വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം. നാം ഒരുപാട് തവണ ധ്യാനിച്ച ഒരു വചനഭാഗമാണിത്. ക്രിസ്തു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന്. പത്രോസ്ലീഹ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന്. ഇതേ ചോദ്യമാണ് ദൈവം ഇത് നമ്മോട് ചോദിക്കുക. ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒരു ചോദ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു എനിക്ക് ആരാണ്? ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഒരു പ്രാർത്ഥനാ കാരണമാകുന്ന വ്യക്തി, ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ മുട്ടുമടക്കുന്ന ഒരിടം, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ ക്രിസ്തുവിനെ? നമുക്ക് പറയുന്നുണ്ട് നാം ക്രിസ്ത്യാനികളാണ്, ഭക്തരാണെന്നൊക്കെ. ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ക്രിസ്തു സാന്നിധ്യമുള്ള വ്യക്തികളായിട്ടാണ് ഞാൻ ജീവിക്കുക. നാം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഭക്തരായി, വിശുദ്ധരായിട്ടൊക്കെ. എൻ്റെ മനസ്സിൻ്റെ കോണിലുള്ള വിചാരങ്ങളും ആകുലതകളുമൊക്കെ എത്രമാത്രം എൻ്റെ ഭക്തിയുടെ കൂടെ പോകുന്നതായിട്ട് മാറപ്പെടുന്നുണ്ട്. എൻ്റെ ചിന്തകളും വികാരങ്ങളുമൊക്കെ, എൻ്റെ ജീവിത ബന്ധങ്ങൾ, എൻ്റെ അയൽക്കാരൻ്റെ വളർച്ചയൊക്കെ എത്രമാത്രം നന്മയിൽ സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അവരെ ഒന്ന് താറടിച്ച് കാണിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് വിനിയോഗിക്കാറില്ലേ? എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഭക്തനാണെന്നും ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണെന്നും മക്കളാണെന്നും ഒക്കെ. ഒരുപക്ഷെ ഈശോ ഇന്ന് നമ്മളെ നോക്കി പരിഹസിക്കുന്നുണ്ടാവാം. കാരണം ഈശോ കാണുന്നതിൻ്റെ ഉള്ളും ഉള്ളതുമൊക്കെയാണ്. ബാഹ്യമായ പ്രകടനങ്ങൾക്കപ്പുറത്ത് ഉള്ളം കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കാം. എന്നിട്ട് പറയണം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നും ഞാൻ ആ ക്രിസ്തു വിശ്വസിക്കുന്നുവെന്നും ഞാൻ ക്രിസ്തുവിൻ്റെ അനുഗാമിയാണെന്നും ഒക്കെയുള്ള ഒരു ചിന്ത. സ്നേഹമുള്ളവരെ, നമുക്ക് പരിശ്രമിക്കാം. കുറവുകളൊക്കെ ഒരുപാട് ഉണ്ടായി കാണാം. എല്ലാ കുറവുകളെയൊക്കെ ഒന്ന് ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ പാതയിലേക്ക് എത്തപ്പെടുവാനായിട്ട് ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ ആധാരമാക്കി മാറ്റി സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിന് സാക്ഷ്യമാകുവാൻ, എത്രമാത്രം സങ്കടങ്ങളും പാളിച്ചകളും വന്നാലും നമ്മളോട് പൊറുക്കുന്ന ഒരു ദൈവത്തെ പോലെ നമ്മുടെ ജീവിതം സംഭവിച്ച പാളിച്ചകളെയും അതിന് കാരണക്കാരായവരെയും ഒക്കെ ഒന്ന് പുറത്ത് ക്ഷമിച്ചുകൊണ്ട് നന്മയുടെ പാതയിലേക്ക് എത്തുവാൻ നമുക്ക് ഈ ദിനത്തെ ഒരു കാരണമാക്കി മാറ്റാം. ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്, നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമൊക്കെയുണ്ട്. നിന്റെ ജീവിതക്രമങ്ങളിൽ ആ ക്രിസ്തുവിന് ഇടം കൊടുത്തുകൊണ്ട് അവിടെ നന്മ സമ്മാനിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഉത്തരം പറയാൻ എനിക്കും സാധ്യമാകണം. എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ക്രിസ്തുവെന്ന്, എൻ്റെ മാർഗമാണെന്ന്, സത്യമാണെന്ന്, എൻ്റെ വഴിയാണെന്ന്, എൻ്റെ ജീവനാണെന്ന്. അത് പറയുമ്പോഴാണ് നീ ക്രിസ്ത്യാനിയായിട്ട് മാറുക, ക്രിസ്തുവിന് പ്രിയപ്പെട്ട വ്യക്തികളായിട്ട് മാറുക. നമുക്ക് എല്ലാവർക്കും ഈശോയെ അറിയാം. നമ്മെ അറിയുന്ന ഒരു ഈശോ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാവുക. നീ ക്രിസ്തുവിനെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ഞാൻ തിരിച്ചറിയുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്കെന്നും അനുഗ്രഹമായിട്ട് മാറട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.